പാട്യം പഞ്ചായത്ത് ബി.ജെ.പി. വനിതാ അംഗത്തിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. 16-ാം വാർഡ് അംഗം പി. മജിഷയുടെ പത്തായക്കുന്ന് കോങ്കച്ചിയിലെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. CPM പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. സംഭവത്തിൽ 2 CPM പ്രവർത്തകർക്കെതിരെ കതിരൂർ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. വീടിന്റെ മുറ്റത്തും വീടിന് സമീപം റോഡിലുമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. സംഭവ സമയത്ത് മജിഷയും ഭർത്താവും മക്കളും വീടിന്റെ വരാന്തയിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടറിലെത്തിയ 2 CPM പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് മജിഷ പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൊനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടിയിൽ 2 ആൾക്കാർ വന്നു. ഒന്നിവിടെ ചവിട്ടി എന്നെ അസഭ്യം പറഞ്ഞ് അതിനുശേഷം അവർ എൻ്റെ വീട്ടിൻ്റെ എന്നെ നേർക്ക് നോക്കിയിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം അവർ ഓടിപ്പോയി. അപ്പോൾ എൻ്റെ ഭർത്താവ് ഓടി അവരെ എന്നാ ചോദിച്ചിട്ട് പറയുന്ന സമയത്തേക്ക് അവർ തിരിച്ചൊന്നും കൂടി ഒരേറും കൂടി പിന്നെ എറിഞ്ഞിട്ടാണ് അവർ പോയത്. ബോംബ് തന്നെയാണ് എറിഞ്ഞത്. ഈ ബ്രഹ്മാമുക്കിൽ നമ്മളെ സ്ഥാനാർത്ഥി ഇവിടെ സംസാരിക്കാൻ നമ്മൾ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സംഗീതച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി വരുന്നതിന് മുന്നേ അവിടെ സംസാരിക്കാൻ വന്നപ്പോൾ പിന്നെ മനോജിൻ്റെ കടയിലേക്ക് നമ്മൾ അമ്മമാർ വെയിലത്തൊന്ന് കയറി നിൽക്കാന്നുള്ള ഭാവത്തിൽ അവിടെ കയറുമ്പോഴത്തേക്ക് അവൻ നമ്മളെ ഇറക്കി ആട്ടി ഓടിച്ചു. ഇവിടെ ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഇവിടെ BJPൻ്റെ വണ്ടി വരാൻ പാടില്ല, ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഇതിൽ നമ്മളോട് സംസാരിച്ചു. നമ്മൾ അവിടത്തേക്ക് കയറാൻ സമ്മതിച്ചാടെ നമ്മൾ റോഡിൽ വെയിലത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ആൾക്കാർ നേതാക്കന്മാർ വന്നു അവരോട് സംസാരിച്ചു. സംഭവം നടന്ന ഉടൻ കതിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മജിഷയുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 2 CPM പ്രവർത്തകർക്കെതിരെ കതിരൂർ പോലീസ് കേസെടുത്തു. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം പാട്യം ബ്രഹ്മാവുമുക്കിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ഈ സംഭവത്തിലും കതിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.